പോലീസുകാരനെ വെട്ടിക്കൊന്നു. പോലീസുകാരൻ വെട്ടിക്കൊന്നു എന്നായിരിക്കും. പട്ടി എവിടെ? എന്റെ മുമ്പിൽ നിൽക്കല്ലേ എന്ന് വെച്ചാ ഞങ്ങളുടെ മുമ്പിൽ സാറാ. കുരയ്ക്കുന്ന പട്ടി എവിടെ? മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ. അതല്ല, അർജുനൻ എവിടെ? അത് കൃഷ്ണനോട് ചോദിക്കണം. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? അർജുനൻ എന്ന് പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് ചോദ്യം. എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത്. പട്ടിയെ പട്ടി എന്നല്ലാതെ പിന്നെ അച്ഛന്ന് വിളിക്കൂ. വിളിച്ച് ശീലിച്ചവർക്ക് എന്തും വിളിക്കാം. എന്നാ അച്ഛനെ പിടിയിടോ, പട്ടിയെ പിടിയിടോ. എന്താ കാര്യം? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന കടലാസാ. ഓർഡറാ? ഓടിക്കോ. ഓർഡറാ. പട്ടിയെ ഉടൻ തിരിച്ചേൽപ്പിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡറാ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർമാരോട് പറഞ്ഞേക്ക് തരാൻ സൗകര്യമില്ലെന്ന്. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കൊണ്ടുപോവാൻ ഞങ്ങൾക്കറിയാം, നീ തരേണ്ട ആവശ്യമില്ല. തപ്പടോ പട്ടിയെ. അർജുൻ, നിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുകൊണ്ടാൻ വന്നതാ ഈ സാറ്. നിനക്ക് പോണോ? ഈ കുറച്ചത് കൊരയല്ല, തെറിയ. നല്ല അസല് പച്ചത്തെറി. ഞാൻ വേണേ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. പട്ടി ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? പോലീസിലായിരുന്നില്ലേ? ഈ ഒഴിക്കുന്നത് മൂത്രമല്ല, പ്രതിഷേധമാണ്. അതൊഴിച്ചതേ ഈ മുറ്റത്തല്ല, നിങ്ങളുടെ മുഖത്താണ്. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കിളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നാരങ്ങച്ചരഴിക്കാൻ പറ്റില്ല. അയ്യോ, സ്പോൾ അടിക്കുമ്പോ ഞാൻ എന്തോ തൊട്ട് നാക്കും. അപ്പൊ കടിയിട്ടാണ്ട് വേണേ പൊക്കോ. ഈ പട്ടിയെ കൊണ്ട് അർജുനൻ സാറിനെ കൊണ്ട് ചെന്നില്ലെങ്കിൽ എന്റെ പണി പോവും. അങ്ങനെ മര്യാദക്കാണെങ്കിൽ മര്യാദ. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഈ നാടിന് വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. സന്തോഷം. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയണം എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടെന്ന്. എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ്? കേക്കട്ടെ. 1, പട്ടിക്ക് താമസിക്കാൻ ഫ്ലാറ്റ് വേണം. ഫ്ലാറ്റ്? പട്ടി ഫ്ലാറ്റിലാണോ സാർ താമസിപ്പിക്കുന്നത്? കൂട്ടിലല്ലേ? ഇതെവനെ താമസിക്കാനാണ്. വെറുതെ സർക്കാരിന് പറഞ്ഞോട്ടെ. 2, പട്ടിക്ക് സഞ്ചരിക്കാൻ AC കാർ വേണം. ഇവിടെ SIക്ക് സഞ്ചരിക്കാൻ കാറില്ല. പിന്നെ ആ പട്ടിക്ക് AC കാർ. നിനക്ക് കാറില്ല? അത് ഞാൻ പറയത്തില്ല. കഴിഞ്ഞോ തന്റെ ഡിമാൻഡ്സ്? ഇല്ല സാർ. ഇനിയുണ്ടോ? ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോണ്ട് കാണിക്കണം. സാർ അവൻ പറഞ്ഞു കേട്ടോ, ഇവന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. തന്റെ മെനു കാണട്ടെ. സാർ ഇത്രയ്ക്ക് ചീപ്പാണോ? ഇതാ സാർ, മുട്ട, ഹോർലിക്സ്, ചിക്കൻ, മിൽക്ക് രാവിലെ. ഇതാണല്ലേ മെനു? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ബട്ടർ, ബീഫ് ഒലത്തിയത്, ഒലത്താത്ത 2 times വിത്ത് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്, ചിക്കൻ ചിപ്സ്. കഴിഞ്ഞോ? ഇല്ല സാർ. ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കുക പട്ടിക്ക് അപ്പി ഇടാനും മുള്ളാനും. വേണ്ട, പട്ടിക്ക് മുട്ടാറാകുമ്പോ സാറ് ഒന്ന് സഹായിച്ചാൽ മതി. എന്റെ കുട്ടിക്ക് മുട്ടുമ്പോ ഞാൻ അറിയാറില്ല, പിന്നെ ആ പട്ടിക്ക് മുട്ടുമ്പോ പട്ടി എന്താ സാർ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കോ? എനിക്ക് മുട്ടാറായി, എനിക്ക് മുട്ടാറായി. സാർ ഇത് ശരിയാവില്ല സാർ. എന്നെ എന്റെ ഇവിടെ വരാത്ത പട്ടി ഇൻസൾട്ട് ചെയ്യാണ് സാർ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല സാർ. താന്നിക്കില്ല സാർ, ഞാൻ പോവാണ് സാർ. പോട്ടെ സാർ. നിക്കണോ? ഞാനല്ലേ പറഞ്ഞത്. ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ മോഹിച്ച് അതാകാത്തിനുള്ള അമർഷം മൊത്തം പോലീസുകാരുണ്ടല്ലേ? എല്ലാരോടും ഇല്ല സാർ. പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? തന്റെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ചിരിക്കുന്നു സാർ. താങ്ക് യു സാർ. ഇതാണ് പട്ടിക്കുള്ള ഫ്ലാറ്റ്. ബെഡ്റൂം എവിടെയാ? അവിടെ എവിടെയെങ്കിലും കാണും. ഇതാണ് പട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം. അത് ശരി, കണ്ണി കണ്ട പെൺപട്ടികളുടെ വായ നോക്കിക്കാണല്ലേ. ജൂലി, ഞാനും കാണട്ടെ. അങ്ങോട്ട് മാറിക്കുന്നു, ഞാനൊന്ന് കാണുന്നു. നീ എന്നെ വായി നോക്കി വേണേ വിളിച്ചോ, ഞാനും കാണട്ടോ. ഞാനൊരു മനുഷ്യജീവിയിൽ എനിക്കൊരു വികാരങ്ങള്. നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയും. പട്ടിയായിട്ടാ മോന്റെ കളി. പേള്
ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാറുള്ളത്. ഹലോ, ഹായ്. ഞാനൊരു കള്ളനാണെന്നാണ് കുട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഞാൻ പോലീസിലാണ്. കുട്ടി എന്ന് കണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു തെരുവ് നാടകമാണ്. ഒരു കള്ളനെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാം. കണ്ടില്ലേ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്ര. എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റാ. क्या हुआ मीना बेटी? कुछ नहीं दादाजी, ये आलतू फालतू कुछ बोल रहा है, मुझे मालूम नहीं पड़ रहा। ശ്ശോ, ഹിന്ദിക്കാരിയാണല്ലേ. ഛേ, നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. വെറുതെ കുറെ മലയാളം വേസ്റ്റായി. എന്തായാലും പേര് കൊള്ളാം, മീന ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? तुम मेरे सामने से हटो, मेरे सामने से हटो. സാമാൻസ് കട്ടോന്നോ? ഇല്ല, ഞാൻ കട്ടിട്ടില്ല. मेरे सामने से हटो. അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. എടി, നിനക്ക് മലയാളം അറിയാലോ, പിന്നെ എന്തിനാ അയാളോട് ഹിന്ദി സംസാരിക്കണേ? അയാളുടെ അടുത്തൊക്കെ മലയാളത്തിൽ സംസാരിച്ചാലേ പിന്നെ നമ്മുടെ പുറകീന്ന് മാറില്ല. എന്താടാ? നീ എവിടേക്ക് എന്നെ കൊണ്ട് പോണേ? 7B 7Bയിൽ ഇവന്റെ ആരാ?